ഇതിപ്പോൾ നമ്മുടെ ഈ കുറച്ച് കാലങ്ങളായിട്ട് അടുത്ത കാലങ്ങളായിട്ട് നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലൊക്കെ ചെന്നാൽ ചിക്കൻ ടിക്ക എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ കമ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇരുമ്പിനകത്ത് കോർത്ത് നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ ചിക്കൻ ടിക്ക എന്നുള്ള. ചിക്കൻ ടിക്കയുടെ പ്രത്യേകം നമ്മൾ ഏകദേശം തന്തൂരിയുടെയും അതുപോലെ ചിക്കൻ ടിക്കയുടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അതിൻ്റെ ആ ഒരു നമ്മൾ അതിൻ്റെ മാറിനേറ്റ് ചെയ്തൊരു മസാല മിക്സ്ചറൊക്കെ സെയിം ആണ്. പക്ഷേ തന്തൂരിക്ക് നമുക്ക് ഒരേ സമയം ബോൺ പീസും അല്ലെന്നുണ്ടെങ്കിൽ ബോൺലെസ് പീസും യൂസ് ചെയ്യാം. പക്ഷേ ടിക്കയ്ക്ക് നമ്മൾ എപ്പോഴും ബോൺലെസ് പീസ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ചിക്കൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രസ്റ്റ് റീജിയന് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ടിക്ക ചെയ്യുന്നത്. ബോൺ പീസ് എടുക്കത്തില്ല അവിടെ. അപ്പോൾ ടിക്ക എങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ കടകളിലൊന്നും ഹോട്ടലിലൊന്നും പോയി കഴിക്കാതെ വീട്ടിൽ തന്നെ ചെയ്യാമെന്നുള്ളത് കാണിക്കുന്ന എല്ലാവരും ചെയ്ത് നോക്കുക. ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതിനുവേണ്ടി ഇവിടെ ഒരു 3/4 ടീസ്പൂണ് സാദാ ജീരകം പൊടിച്ചതാണിത്. ഇപ്പോൾ ഇതിനകത്ത് പ്രത്യേകത മസാലയുടെ കണ്ടൻറ്റിൽ സാദാ ജീരകമാണ്, നമ്മൾ സാദാ ജീരകം കടന്ന് വാങ്ങിക്കുന്നത്. അതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അത്യാവശ്യമുള്ള ഉപ്പ് നോക്കി നിങ്ങൾ ഉപ്പിൻ്റെ ആ എന്തോ ആവശ്യമുണ്ടോ കണക്കാക്കി നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ചേർക്കും ഉപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ആഡ് ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ ചതച്ചതോ രണ്ടാണല്ലോ ഓക്കെയാണ്. 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുമ്പോഴത്തേക്ക് പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്യണം. ഒരു കാരണവശാലും പുളിയുള്ള ചേർക്കൽ. പുളിച്ചു കഴിഞ്ഞാൽ മോരായിപ്പോൾ അറിയാമല്ലോ. ഏറ്റവും പ്രധാന കണ്ടൻ്റാണ് തൈരെന്ന് പറയുന്നത്. ശേഷം ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇവിടെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത് മീറ്റ് മസാലയാണ്. ഗരം മസാലയോ മീറ്റ് മസാലയോ യൂസ് ചെയ്യാം. സാധാരണ നോർമലി ഗരം മസാല ഉപയോഗിക്കുന്നത്. ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. തൈര് ചേർക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമല്ലോ, കഷ്ണം നല്ല സോഫ്റ്റ് ആയിരിക്കും, ഹാർഡായിരിക്കത്തില്ല. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ തന്തൂരി, അത് കണക്കാൻ അൽഫഹാം, അതുപോലെ തന്നെ ടിക്ക മസാലകൾക്കൊക്കെ എപ്പോഴും തൈര് ചേർക്കുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ചിക്കൻ ടിക്കയുടെ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ചിക്കൻ ടിക്കയുടെ പീസ് എടുത്തിരിക്കുന്നത് സാധാരണ ബോൺലെസ് പീസാണ്. ഇപ്പോൾ ചിക്കൻ്റെയൊക്കെ ആ ഒരു ബ്രസ്റ്റ് റീജിയൻ കട്ട് ചെയ്ത് പീസാക്കി ചെറിയ പീസാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നന്നായിട്ട് പുരട്ടി കൊടുക്കണം ഇതിനകത്തോട്ടേക്ക്. ഒരു ചെറിയ സവോള അരിഞ്ഞതും, ഇത് ടിക്കയ്ക്കകത്തുള്ള സ്പെഷ്യൽ മസാല നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. ഒരു ചെറിയ തക്കാളി ഇത് കണക്ക് തന്നെ നെടുകെ ചെറിയ പീസായിട്ട് കണ്ടിച്ചതും, പിന്നെ പച്ചമുളക് ഒരു 3-4 പച്ചമുളക് അത്യാവശ്യം ചെറു നീളത്തിൽ കണ്ടിച്ചത്, പിന്നെ ക്യാരറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത്, നെടുകെ ഇത് കണക്ക് തന്നെ വെറ്റരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടിയെടുക്കണം. ഒന്നിലെ കൈ കൊണ്ട് മിക്സ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്ത് മിക്സ് ചെയ്യുക. ഇതിൻ്റെ മസാല അത്ര സ്പൈസി അല്ല, അപ്പോൾ അതുകൊണ്ട് നീറില്ല, നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. എല്ലായിടത്തോട്ടേക്കും ഒരു കണക്ക് തന്നെ ചിക്കൻ പീസുകളിലോട്ടും അതുപോലെ തന്നെ ഇതിനകത്തോട്ടേക്കും നമ്മൾ ചേർത്തിരിക്കുന്ന മറ്റുള്ള വെജിറ്റബിൾസിലോട്ടും മസാല യൂണിഫോമായിട്ട് സ്പ്രെഡ് ആകണം. അപ്പോൾ അതിന് വേണ്ടി അത് കണക്കാക്കി നല്ലതായിട്ട് പുരട്ടിയെടുക്കാം. ഇപ്പോൾ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ ഒരു മണിക്കൂർ ഞാൻ ഫ്രിഡ്ജ് വെക്കാൻ പോവുകയാണ്. മാറിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ച ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസാണിത്. ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയല്ല, സാധാരണ വെജിറ്റബിൾ ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിലാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കണം. നിങ്ങൾ വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ച് യൂസ് ചെയ്യാം. ഒലീവ് ഓയിൽ കിട്ടുന്നവർ ഒലീവ് ഓയിൽ ഉപയോഗിക്കുക. നന്നായിട്ട് ഇതങ്ങ് നമുക്ക് പുരട്ടി മിക്സ് ചെയ്യാം. ഇനി ചിക്കൻ ടിക്ക ഉണ്ടാക്കാനായിട്ട് ഇത് ഞാൻ ഒരു സ്റ്റിക്കിനകത്തോട്ടേക്ക് കോർക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഈർക്കിലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്ക് കിട്ടുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, സ്റ്റിക്കിനകത്തോട്ടേക്ക് പതുക്കെ ഓരോന്നായിട്ട് കോർത്തെടുക്കണം. അപ്പോൾ അത് ചേർക്കുന്ന ഇപ്പോൾ ചെയ്യുന്ന രീതിയിൽ ആദ്യം ഒരു പീസ്, പിന്നെ സബോളയെ, പിന്നെ അത് കണക്ക് തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്,
അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇറച്ചി, എന്താ നമ്മുടെ ചിക്കൻ്റെ പീസ്, ഇതിങ്ങനെ മാറ്റി ഇങ്ങനെ ഇത് കണക്ക് തന്നെ കോർത്ത് ഇങ്ങനെ എടുത്ത് വേണം. ഇപ്പോൾ നമ്മൾ മൈക്രോവേവിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയില്ല. ഇപ്പോൾ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഇവിടെ. ഇപ്പോൾ ഞാൻ മൈക്രോവേവ് ഇല്ലാത്തവർക്ക് സാധാരണ ചിക്കൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്, അതായത് സാധാരണ നമുക്ക് നോൺ സ്റ്റിക്ക് പാനുകളിൽ എങ്ങനെ ചിക്കൻ ടിക്ക ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ചോപ്സ്റ്റിക് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്ക് തന്നെ നിങ്ങൾ ചോപ്സ്റ്റിക്കിനകത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അത് പിന്നെ കത്തിപ്പോകാതെ മാത്രം നോക്കണമെന്നേ ഉള്ളൂ. ഇത് കല്ലിൽ ചുട്ടെടുക്കുന്നതാണ്. പക്ഷേ കല്ലിൽ ചുട്ടെടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ മെത്തേഡാണെന്നുണ്ടെങ്കിൽ ഈർക്കിൽ കരിഞ്ഞു. അപ്പോൾ അതിന് പകരം നിങ്ങൾ എന്തെങ്കിലും സ്റ്റീലോ അല്ലെന്നുണ്ടെങ്കിൽ അത് കണക്ക് തന്നെ എന്തെങ്കിലും മറ്റേ ചെറിയ അയൺ റോഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കോർത്തെടുക്കുക. ഇത് കണക്ക് തന്നെ ബാക്കിയുള്ള പീസും കൂടെ എല്ലാം ഞാൻ കോർക്കുകയാണ്. ഇപ്പം അങ്ങനെ ചിക്കൻ്റെ പീസ് ഇപ്പോൾ എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കോർത്ത്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ടിക്ക ഉണ്ടാക്കുന്നത്. ടിക്ക ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഈ നോൺ സ്റ്റിക്ക് പാനിൻ്റെ താഴെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലോട്ടേക്ക്. അത് എണ്ണ അല്ലെന്നുണ്ടെങ്കിൽ ബട്ടറോ ഒഴിക്കാം, എന്താണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ബട്ടറാണ് സാധാരണ ചേർക്കുന്നത്. അതിനകത്തോട്ടേക്ക് ഓരോരോ ടിക്ക നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോർത്ത് വെച്ച കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യുവാണ്. ഇത് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും, വളരെ സിമ്പിളായിട്ട്. വളരെ എളുപ്പമാണ്. ടിക്ക നമ്മൾ കടകളിൽ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇതൊക്കെ എന്താ സാധനമൊന്നും മനസ്സിലാകത്തില്ല എല്ലാവർക്കും. ഇപ്പോൾ നമുക്ക് മൈക്രോവേവ് ഇല്ലെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. വെച്ചാൽ ഇപ്പോൾ നല്ലൊരു പേഴ്സൻ്റെ ആൾക്കാർക്ക് മൈക്രോവേവ് ഉണ്ടാവണമെന്നില്ല, ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം, ടിക്ക എളുപ്പം ചെയ്യാം. പെട്ടെന്ന് നമുക്കിതൊന്ന് ആയി വരാനായിട്ട് ഇപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കൊക്കെ ഇതിനകത്തുള്ള വെള്ളമൊക്കെ പുറത്തിറങ്ങി. ചിക്കൻ പീസിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും, ആ വെള്ളം വറ്റണം. അപ്പോൾ വെള്ളം വറ്റുകയും കണക്ക് തന്നെ വെന്ത് വരികയും വേണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ അടച്ചു വെച്ച് വേവിച്ചാൽ നല്ലതാണ്. രണ്ട് സൈഡും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം, അത് ശ്രദ്ധിച്ചിടണം, ചിലപ്പോൾ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇടുമ്പോഴത്തേക്ക് കഷ്ണങ്ങൾ അതിനെ നമ്മൾ കോർത്തിരിക്കുന്ന ഇതൊക്കെ ഇപ്പോൾ ഈർക്കിലി ആയത് കാരണം ബലം കുറവാണ്. കഷ്ണങ്ങൾ ഉണ്ടല്ലോ, പറഞ്ഞില്ല അതിന് മുമ്പേ അതിൽ ഇളകിപ്പോയി. ആ കഷ്ണത്തിൽ ഇതിങ്ങനെ ഇളകിപ്പോകും, കഷ്ണങ്ങൾ ഇളകിപ്പോവും. അപ്പോൾ അങ്ങനെ ഇളകി പോകാമെന്നുണ്ടെങ്കിൽ തിരിച്ചൊരു സൈഡിലോട്ട് വെക്കുക. ചിലപ്പോൾ കോർക്കാൻ ചിലപ്പോൾ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ സൈഡിലോട്ട് തന്നെ വെച്ച് കൊടുക്കുക. എല്ലാ പീസും ഇങ്ങനെ തിരിച്ച് രണ്ട് സൈഡും മാറ്റി ഇട്ട് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രമേ, കാരണം താഴെ അതിൻ്റെ ബേസ് കിടക്കുന്നത് മാത്രം അങ്ങനെ തന്നെ ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയാണ് എണ്ണ ചേർക്കാതെ നമ്മൾ താഴെ ഒരു ബേസ് ചെറുതായിട്ട് എണ്ണ മാത്രമേ ചേർക്കത്തുള്ളൂ. നോൺ സ്റ്റിക്ക് പാന് വേറെ പാന് ചെയ്താൽ കരിഞ്ഞു പോകും. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും ഇത് ഓൾമോസ്റ്റ് ഒരു സൈഡൊക്കെ നന്നായി. ഇപ്പോൾ ടിക്കയുടെ ഏകദേശം ഒരു സൈഡ് നന്നായിട്ട് ഇതിപ്പോൾ ഫോം ആയിട്ടുണ്ട്. നമ്മൾ രണ്ട് സൈഡും തിരിച്ചിങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഈ ഒരു സൈഡ് അതിന് മറ്റേ സൈഡ് കൂടെ ഇത് കണക്ക് തന്നെ നന്നായിട്ട് ടിക്ക നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ചിക്കൻ ടിക്ക റെഡി ആയിരിക്കുന്നു. ഇപ്പോൾ ഞാനിതിപ്പോൾ ഇതെടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇത്ര ഉള്ള കാര്യം കണ്ടില്ലേ, നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ ടിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഇത്ര എളുപ്പമാണ്. ടിക്കയുടെ മസാലയാണെന്നുണ്ടെങ്കിലും എല്ലാം ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പം ഞാൻ നോൺ സ്റ്റിക്ക് പാനായിട്ട് തന്നെ കണ്ടില്ലേ, ഇപ്പം താഴെ ഇത് പിടിച്ചിട്ടുണ്ട്. കാരണം ഈ ചിക്കനിൽ നിന്ന് ഇളകിയിരിക്കുന്ന ചിക്കൻ്റെ വെള്ളവും ഈ മസാല എല്ലാം കൂടെ താഴെ അടുക്കി പിടിച്ചിരിക്കുന്നതാണ്. മറ്റുള്ള പാത്രങ്ങളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പോലും വരത്തില്ല. ഇതിനകത്ത് ഈ ചിക്കൻ്റെ മാംസം എല്ലാം അവിടെ താഴെ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ഇങ്ങനെ ഞാൻ എടുക്കാൻ പറഞ്ഞത്. ഇപ്പോൾ പാനിനകത്തോട്ടേക്ക് ബാക്കിയുള്ള ടിക്കയുടെ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ നല്ല നല്ല വീഡിയോസിനായിട്ട് പുതിയൊരു രൂപമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.